കാട്ടുപന്നികളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറേ അന്വേഷിച്ച് നോക്കി. പക്ഷേ ഇതിൽ ഒരെണ്ണത്തിന് പോലും മരുന്നിന് പോലും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ തെരുവ് നായ്ക്കളെ സംരക്ഷണമെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ഒരുപാട് പേരെ കണ്ടു. അതിൽ പലരും വളരെ വലിയ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ വലിയ രീതിയിൽ ആൾക്കാരെ കൊല്ലുകയും ഒരുപക്ഷെ റാബീസിനേക്കാൾ കൂടുതൽ ആൾക്കാരെ അവരുടെ മരണത്തിന് കാരണമാവുകയും വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടാക്കുകയും ചെയ്ത കാട്ടുപന്നിക്ക് തെരുവ് നായയുടെ അത്ര പ്രിവിലേജ് കിട്ടാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? അതിൻ്റെ കാരണം ബേബി സ്കീമ എഫക്റ്റ് എന്ന് പറയുന്നൊരു സൈക്കോളജിക്കൽ എഫക്റ്റാണ്. അതായത് തങ്ങൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിൻ്റെ ഫീച്ചേഴ്സിനോട് സാമ്യമുള്ള ഫീച്ചേഴ്സുള്ള മറ്റ് ജീവികളെ കാണുന്ന സമയത്ത് അവർക്കുണ്ടാകുന്നൊരു സൈക്കോളജിക്കൽ റിയാക്ഷനാണത്. അതുകൊണ്ടാണ് തെരുവ് നായ്ക്കൾക്ക് കെയർ വേണമെന്നും തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണമെന്നും ഒക്കെ അവർക്ക് തോന്നുന്നത്. മുൻപ് കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും ഫോറസ്റ്റുകളിലും മാത്രം കണ്ടുവന്നിരുന്ന കാട്ടുപന്നികൾ ഇപ്പോൾ ചില ടൗണുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി 2-3 വർഷം കൊണ്ട് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ അടുത്തെത്തുമായിരിക്കാം. ആ സമയത്ത് ചിലപ്പോൾ കള്ളിങ്ങിനോ അല്ലെങ്കിൽ കാട്ടുപന്നികൾക്ക് വേണ്ടി ഒരു ABC കേന്ദ്രം തുടങ്ങാനോ ഒക്കെ ഉള്ളൊരു വിധിയും ഉണ്ടായേക്കാം. ആ വിധി ഉണ്ടാകുന്നത് വരെ കേരളത്തിൻ്റെ മലയോരത്ത് കർഷകരുണ്ടാവുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കേരളത്തിലെ മലയോരത്ത് ജീവിക്കുന്ന ആൾക്കാർ കാട്ടുപന്നിയിൽ നിന്നൊരു സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ?